അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏതൊക്കെ കണ്ടൻസാണ് വരുന്നത്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, മൊമെൻറ്റ്സ്, സ്ക്യൂനെസ്, കർട്ടോസിസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the sum of deviation of a set of n values from mean is options A 0, B positive, C negative, D least. അപ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സം ഓഫ് ഡീവിയേഷൻസ്. ഓക്കെ, സം ഓഫ് ഡീവിയേഷൻസ് എന്തെടുക്കാണ്? എക്സ് എന്ന് പറയുന്ന ഒബ്സർവേഷൻസ് എടുക്കുന്നു, അതിൻ്റെ എന്തെടുക്കുന്നു? ഡീവിയേഷൻ എടുക്കുന്നു. എവിടെ നിന്നാണ് എടുക്കുന്നത്? മീനിൽ നിന്ന്, അതായത് എക്സ് ബാറിൽ നിന്നാണ്. ഇതിൻ്റെ എന്തെടുത്താൽ സം എടുക്കുകയാണ്. ഓക്കെ, n വാല്യൂസാണ് ഉള്ളത്. സോ I varies from 1 to n. അപ്പം സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം മീൻ എന്ന് പറയുന്നത് ഓൾവേസ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ലിസ്റ്റഡ് ബിലോ ആർ. ഇതിനകത്ത് ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്? അപ്പം ഓപ്ഷൻസ്: മീൻ, B റേഞ്ച്, C സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, D വേരിയൻസ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത്? മീൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. കാര്യം സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ഇവയൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ? ഇനി ഡിസ്പേർഷൻ മെഷേഴ്സ് ആയിട്ട് വരുന്നതാണ് ഏതൊക്കെ? റേഞ്ച് ആയാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും വേരിയൻസ് ആണെങ്കിലും ഇവയൊക്കെ എന്താണ്? ഡിസ്പേർഷൻ മെഷേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സാമ്പിൾ മീൻ ഇസ് എ വേരിയബിൾ, എ സ്റ്റാറ്റിസ്റ്റിക്, പാരാമീറ്റർ ഓർ കോൺസ്റ്റൻറ്റ്. അപ്പം സാമ്പിൾ മീൻ എന്താണെന്ന് അറിയാം. അപ്പോൾ ഈ വേരിയബിൾ ആണോ, സ്റ്റാറ്റിസ്റ്റിക്സ് ആണോ, പാരാമീറ്റർ ആണോ, അതിൻ്റെ ഡെഫിനിഷൻസ് അറിയണം. അപ്പം നോക്കിക്കേ, ഒരു സാമ്പിൾ വാല്യൂസിൻ്റെ ഒരു ഫങ്ഷനാണ് പറയുന്നതെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയും. അപ്പം സാമ്പിൾ വാല്യൂസ് വെച്ചിട്ട്, സാമ്പിൾ വാല്യൂസ് ഉപയോഗിച്ച് നമ്മളൊരു ഫങ്ഷൻ പറയുകയാണെങ്കിൽ അതിനെ എന്തെന്നാണ് പറയുക? സ്റ്റാറ്റിസ്റ്റിക്. ഇവിടെ സാമ്പിൾ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ മീൻ പറഞ്ഞിരിക്കുന്നത്. സാമ്പിളിൻ്റെ വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് മീൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ പോപ്പുലേഷൻ വാല്യൂസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഓക്കെ, പോപ്പുലേഷൻ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു ഫങ്ഷൻ കണ്ടുപിടിക്കുകയാണ്. ആ ഫങ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാരാമീറ്റർ. ഇപ്പോൾ സപ്പോസ് ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, പോപ്പുലേഷൻ മീൻ എന്നുള്ളതായിരുന്നു എന്നുണ്ടെങ്കിൽ, പോപ്പുലേഷൻ മീൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരുന്നു ആൻസർ? പാരാമീറ്റർ വന്നേനെ. ഓക്കെ, അപ്പം സാമ്പിൾ വാല്യൂസ് ഉപയോഗിച്ചിട്ട് പറയുന്നൊരു ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിസ്റ്റിക് എന്നും, പോപ്പുലേഷൻ വാല്യൂസ് ഉപയോഗിച്ചിട്ട് പറയുന്നൊരു ഫങ്ഷൻ ആണെങ്കിൽ അതിനെ പാരാമീറ്റർ എന്നും പറയും. ക്ലിയർ ആണേ? നെക്സ്റ്റ് വൺ, ദ മീൻ ഓഫ് എ കോൺസ്റ്റൻറ്റ് എ ഈസ്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ മീൻ എന്തായിരിക്കും? ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ A/2, A², 0, നൺ ഓഫ് ദിസ്. ഏതെങ്കിലും വരുമോ? ഒരു കോൺസ്റ്റൻറ്റിൻ്റെ മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ A1 എന്ന് പറയുന്നൊരു വാല്യൂ, 1ൻ്റെ മെയിൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ തന്നെയാണ്? 1 തന്നെയായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ A ആണ് പറഞ്ഞിരിക്കുന്നത്. സോ എയുടെ മീൻ എന്തായിരിക്കും? A ആയിരിക്കും. പക്ഷേ ഇവിടെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സോ ആൻസർ നൺ ഓഫ് ദീസ്. നെക്സ്റ്റ് വൺ, കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇസ് ഓൺലി യൂസ്ഡ് ഇൻ. ഏതിനാണ് കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, കമ്പൈൻഡ് മീൻ, നൺ ഓഫ് ദിസ്. ഈ കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാല്യൂ ആഡ് ചെയ്തോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തോ ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണ് കാൽക്കുലേഷനെ. ഓക്കെ,
സിംപ്ലിഫൈ ചെയ്യുന്നു എന്തിനെ, കാൽക്കുലേഷനെ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ പഠിച്ചു. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഏത് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, അരിത്തമെറ്റിക് മീൻ. അപ്പോൾ കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതിനാണ്, അരിത്തമെറ്റിക് മീനിനാണ്. മീഡിയനോ കമ്പൈൻഡ് മീനോ ഒന്നുമല്ല, ഏതിനാണ്, അരിത്തമെറ്റിക് മീനിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സിംപ്ലിഫൈ കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡഡ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് വൺ, ദ സം ഓഫ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഇസ് 0. ഓക്കെ, അപ്പം നമ്മൾ എന്തെടുത്തു, സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഏതോ ഒരു വാല്യൂവിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്, എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ നമുക്കിതിൻ്റെ ആൻസർ എന്തായിട്ട് കിട്ടി, 0 ആയിട്ട് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ വാല്യൂ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് മീൻ, മീഡിയൻ, മോഡ്, നൺ ഓഫ് ദിസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇത് 0 ആവണമെങ്കിൽ സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻസ് ഫ്രം എവിടെ നിന്നായിരിക്കണം, മീൻ ആയാൽ മാത്രമേ ഇതെന്താവുള്ളൂ, 0 ആവുള്ളൂ. സോ ഇതെന്തായിരിക്കണം, സം ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ, അതാണ് എന്താവുക, 0 ആവുക. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും, മീൻ. നെക്സ്റ്റ് വൺ, വി മസ്റ്റ് അറേഞ്ച് ദ ഡേറ്റ ബിഫോർ കാൽക്കുലേറ്റിംഗ്. ഏത് മെഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഡേറ്റാനെ അറേഞ്ച് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിക്കേ. മീഡിയൻ, മോഡ്, മീൻ, ജോമെട്രിക് മീൻ. ഏത് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ഡേറ്റാനെ അറേഞ്ച് ചെയ്യുന്നത്? ഏതിനു വേണ്ടിയിട്ടാണ്? മീഡിയൻ. ഓക്കെ, suitable average for averaging the shoe size for children is. അപ്പം ഞാൻ ഈ ഷൂ സൈസ് എന്ന് പറയുന്നത്, ഈ ഷൂ സൈസ് എന്ന് പറയുന്നത് എന്താണ്, അതിനെ എന്ത് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഡിനോട്ട് ചെയ്യാൻ ആ ഒരു നമ്പറിന് എന്ത് മാത്രമേ ഉള്ളൂ, അതിനെ ഒന്ന് ഡിനോട്ട് ചെയ്യുക എന്നുള്ളൊരർത്ഥം മാത്രമേ വരുന്നുള്ളൂ ആ സൈസ് ഓഫ് ഷൂവിൻ്റെ നമ്പർ കൊണ്ട്, അല്ലേ? അപ്പോൾ അതെന്താണ്, ഒരു നോമിനൽ വാല്യൂ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ഒരു നോമിനൽ ആണെന്നുണ്ടെങ്കിൽ വാല്യൂ എന്താ, ജസ്റ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ സീരിയൽ നമ്പേഴ്സ് കൊടുക്കാറില്ലേ, 1 2 3, അതിനെ അറിയാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെഷർ ഏതാണെന്നാണ് ഇവിടെ ചോദ്യം. മീഡിയൻ ആണോ, മോഡാണോ, മീനാണോ, ജോമെട്രിക് മീനാണോ? അപ്പം അറിഞ്ഞിരിക്കണം, നോമിനൽ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഏതാണ്? മോഡാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? മോഡാണ്. നെക്സ്റ്റ് വൺ, എ സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ് ദ വോൾ ഡേറ്റ ഈസ് അറേ, ആവറേജ്, സിമെട്രി, നൺ ഓഫ് ദിസ്. ഒരു സിംഗിൾ വാല്യൂ ആ ഓൾ ഡേറ്റ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അതിൻ്റെ ആവറേജ് ആണ്. ഓക്കെ, അപ്പോൾ എ സിംഗിൾ വാല്യൂ ദാറ്റ് റെപ്രസെൻറ്റ് ദ വോൾ ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആവറേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആവറേജസ് ആർ ഓൾസോ കോൾഡ് മെഷേഴ്സ് ഓഫ് വേരിയേഷൻ, ലൊക്കേഷൻ, സ്ക്യൂനെസ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ആവറേജ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി ആണ് എന്തായിട്ട് നമ്മൾ പറയുന്ന ആവറേജ്, അല്ലേ? ഈ സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സെൻട്രൽ പൊസിഷനാണ് പറയുന്നത്, അല്ലേ? സെൻട്രൽ പൊസിഷൻ. ഇപ്പം നിങ്ങൾ മീഡിയൻ ആയിക്കോട്ടെ, അരിത്തമെറ്റിക് മീൻ ആയിക്കോട്ടെ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു നടുക്ക്, അതിൻ്റെ ഒരു ആവറേജ് എന്താണ് എന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലേ? അതിൻ്റെ ഒരു ആ വാല്യൂസിൻ്റെ ഒരു എന്താ പറയുക, ലൊക്കേഷനാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. നടുക്ക് ഏതാണ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ലൊക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. കാൾഡ് മെഷേഴ്സ് ഓഫ് എന്തെന്നും പറയാം, ലൊക്കേഷൻ. Next, an ideal average should be based on extreme value, same value, all values, none of this. ഒരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്ന കാര്യമാണ് എല്ലാ വാല്യൂസിനെയും ഉപയോഗിക്കുന്ന ഒരു ആവറേജ് ആയിരിക്കും ഏറ്റവും നല്ല ആവറേജ് എന്ന് പറയുന്നത്.
ഓക്കെ, എന്താണ് എല്ലാ വാല്യൂസിനെയും ഉപയോഗിക്കുന്ന ഒരു ആവറേജാണ് എന്തെന്ന് പറയുന്നത്, നല്ല ആവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും അതിന് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ വാല്യൂസ്. അപ്പോൾ ഒരു ഐഡിയൽ ആവറേജ് എന്തായിരിക്കണം, എല്ലാ വാല്യൂസിനെയും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കണം. ഓക്കെ, next one, if the sum of deviations from 15 for 10 values is 25, the arithmetic mean is. അപ്പം ഡീവിയേഷൻ മെത്തേഡിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിച്ച ഫോമുല നമ്മൾ ഓർക്കണം ഇവിടെ. ഓക്കെ ഓക്കെ, ഓപ്ഷൻസ് പറഞ്ഞേക്കുന്ന 17.5, 15, 12.5, നൺ ഓഫ് ദി അബവ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡീവിയേഷൻ മെത്തേഡിൽ നമ്മൾ പഠിച്ചത്, അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന്, assumed mean plus sum of deviation divided by n ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, സം ഓഫ് ഡീവിയേഷൻ ഫ്രം 15ൽ നിന്നാണ് ഡീവിയേഷൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ എ എന്ന് പറയുന്നത് എന്താണ്, 15 ആണ്. ഓക്കെ ആണേ, 10 വാല്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n എന്താണ്, 10 ആണ്. ഇനി സം ഓഫ് ഡീവിയേഷൻ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 25 ആണ്. സോ വാട്ട് ഈസ് ദ ആൻസർ, എന്ത് വരും, 15 പ്ലസ് 25/10 എന്ന് വരും. ദാറ്റ് ഈസ് 15 പ്ലസ് 2.5, ദാറ്റ് ഈസ് 17.5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും, എ ആണ് ഓപ്ഷൻ 17.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദി വാല്യൂസ് 6, 3, 9, 2, 5. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്, സം ഓഫ് ഒബ്സർവേഷൻസ് xi/n ആണ് അല്ലേ. അപ്പോൾ സം ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 6 + 3 + 9 + 2 + 5 ഡിവൈഡഡ് ബൈ എന്ത് വരും, n എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് എന്താ വരിക, 25 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഒബ്സർവേഷൻസാണ്, 1, 2, 3, 4, 5. സോ 25/5 എന്ന് വരും. ദാറ്റ് ഈസ് ആൻസർ എന്ത് വരും, 5 എന്ന് വരും. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് വാല്യൂസ് ഫ്രം ദെയർ മീൻ. അഗെയിൻ ആ ക്വസ്റ്റ്യൻ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡീവിയേഷൻസ് ഓഫ് ദി ഒബ്സർവേഷൻ ഫ്രം മീൻ, എന്തായിരിക്കും, ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, next question, the sum of deviation of values from their next question, the sum of deviations is 0 about ഏത് വാല്യൂവിൽ നിന്ന് എടുക്കുമ്പോഴാണ് സം ഓഫ് ഡീവിയേഷൻ 0 ആവുന്നത്, മീനിൽ നിന്ന് എടുക്കുമ്പോൾ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, for a certain distribution if sum of x minus 12 is equal to 0, the value of mean is. പറഞ്ഞിട്ടുണ്ട് എന്താണ്, സം ഓഫ് ഡീവിയേഷൻസ് ഓഫ് ഒബ്സർവേഷൻ ഇസ് 0 ഇഫ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം മീൻ അല്ലേ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന വാല്യൂ ഓഫ് മീൻ ആണ്, എക്സ് ബാർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സം ഓഫ് x - 12 0 എന്ന് പറഞ്ഞാൽ സം ഓഫ് x - 12 = 0 എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്താണെന്നർത്ഥം, 12 ആണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും, ഇവിടെ 0, B12, C9, D നൺ ഓഫ് ദിസ്. B12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if the average of 20 values is 43, the sum of the values is. അപ്പം എക്സ് ബാർ എന്താണെന്ന് തന്നിട്ടുണ്ട്, 43 ആണെന്നും n എത്രയാണെന്നും തന്നിട്ടുണ്ട്, 20 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, സമ്മേഷൻ xi/n ആണ്. സം ഓഫ് വാല്യൂസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം, നമുക്ക് സം ഓഫ് xi = ഇതിനെ ക്രോസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, എക്സ് ബാർ ഇൻറ്റു n എന്ന് വരും. ദാറ്റ് ഈസ് 43 ഇൻറ്റു എന്ത് വരും, 20 എന്ന് വരും. എത്ര വരും ആൻസർ, 860 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിഡിൽ വാല്യൂ ഓഫ് ആൻ അറേഞ്ച്ഡ് ഡേറ്റ ഇസ്. മിഡിൽ വാല്യൂ എന്താണെന്ന് ചോദ്യം. മീൻ ആണോ, മീഡിയൻ ആണോ, മോഡ് ആണോ, വെയ്റ്റഡ് മീൻ ആണോ? മിഡിൽ വാല്യൂ, ഒരു അറേഞ്ച്ഡ് ഡേറ്റ സെറ്റിൻ്റെ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചത്, മീഡിയൻ. ഓക്കെ,
question. The most suitable average for the qualitative data is arithmetic mean, median, mode, weighted mean. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റി വെച്ചിട്ട് പറയുന്നത് അല്ലേ? ഇപ്പം ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഇതൊക്കെ എന്താണ്? ഒരു ക്വാളിറ്റിയാണ് അല്ലേ? അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. അപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ആവറേജ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മോഡാണ്. ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റായിട്ട് ചോദിച്ചാൽ മോസ്റ്റ് സ്യൂട്ടബിൾ മെഷർമെൻ്റ് ഏതാണ്? ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റ് ഏതാണ്? ഓക്കെ, എന്താണ് മോസ്റ്റ് സ്യൂട്ടബിൾ ക്വാളിറ്റേറ്റീവ് മെഷർമെൻ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ മീഡിയൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഒരു ക്വാളിറ്റേറ്റീവ് ഡേറ്റയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നത് സ്യൂട്ടബിൾ ആവറേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മോഡാണ്. മോസ്റ്റ് സ്യൂട്ടബിൾ ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് മീഡിയൻ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോഡ് ഓഫ് ദി സീരീസ് 2, 3, 3, 3, 4, 5, 5, 6, 7. ഓക്കെ, അപ്പം നോക്കുക എന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നിൻ്റെയും ഫ്രീക്വൻസീസ് എഴുതി നോക്കുക. 2 1 ടൈം അല്ലേ? 3 എത്ര ടൈം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 ടൈംസ്. 4 ആണെന്നുണ്ടെങ്കിൽ 1 ടൈം, 5 ആണെന്നുണ്ടെങ്കിൽ 2 ടൈംസ്, 6 1 ടൈം, 7 1 ടൈം. അപ്പം നമുക്കറിയാം ഇത് എക്സ് വാല്യൂ, ഇത് ഫ്രീക്വൻസിയുമാണ് അല്ലേ? ഫ്രീക്വൻസി മാക്സിമം ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ്, മോർ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? 3 ആണ്. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 തവണ. സോ മോഡ് എന്താണ്? 3 ആണ്. ഓക്കെ, ആ എക്സ് വാല്യൂ ആണ് നിങ്ങൾ മോഡായിട്ട് പറയേണ്ടത്. ഇവിടെ 2 അല്ല, 2 1 ടൈമേ ഉള്ളൂ, 5 2 ടൈംസും, 6 1 ടൈമുമാണ്, 3 ആണ് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത്. Next question. In a moderately skewed distribution, mean is equal to 30.42, median 25.7 for the value of modus. ഇപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് മോഡാണ് എന്ത് ചെയ്യേണ്ടത്? വാല്യൂ കണ്ടുപിടിക്കണം. വാല്യൂസ് തന്നിട്ടുണ്ട് 15.6, 16.38, 19, none of this. സോ ഒരു മോഡറേറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷന് നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? മീൻ minus mode is equal to 3 times mean minus median അല്ലേ? അപ്പം ഇവിടെ മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 ടൈംസ് മീൻ മൈനസ് മീഡിയൻ എന്ന് പറയുന്ന ഫോർമുലയിൽ മീനിൻ്റെ വാല്യൂ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? 30.42 മൈനസ് മോഡ് അറിയില്ല. ഓക്കെ, 3 ടൈംസ് മീൻ എത്രയാണ്? അഗെയിൻ 30.42 മൈനസ് മീഡിയൻ്റെ വാല്യൂ എത്രയാണ്? 25.74 ആണ്. ഓക്കെ, എന്ത് ചെയ്യണം? ഇത് നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കുക? മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ബ്രാക്കറ്റ് സോൾവ് ചെയ്യാം. ബ്രാക്കറ്റ് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 30.42 മൈനസ് 25.74 ആണ് അല്ലേ? അത് എത്രയാണ് വരിക? 3 × 4.68 എന്ന് വരും. അപ്പോൾ 3 ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കിന് എത്രയാണ് കിട്ടുക നിങ്ങൾക്ക്? 14.04 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഇതിപ്പോൾ എത്രയാണ്? 30.42 മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 14.04 അല്ലേ? മോഡാണ് അപ്പുറം കൊണ്ടുപോകുക അല്ലേ? അപ്പോൾ എന്താ? 30.42 മൈനസ് 14.04 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? മോഡെന്ന് വരും. ഓക്കെ, അത് സോൾവ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? മൈനസ് 14.04 ചെയ്യുമ്പോഴത്തേക്കിന് 16.38 എന്ന് കിട്ടും. അപ്പോൾ മോഡ് ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 16.38. ആൻസർ ഏതാണ്? ബി ആണ് വരുന്നത്. അരിത്മെറ്റിക് മീൻ ഓഫ് 2 numbers 12 and 14. ഓപ്ഷൻ എ 12, ബി 13, സി 14, ഡി നൺ ഓഫ് ദിസ്. ഇങ്ങനെ 2 നമ്പേഴ്സ് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്താണ്? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പേഴ്സ്.
12. പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന ഏതായിരിക്കും? 13 ആണ് അല്ലേ? ആ 13 ആയിരിക്കും നിങ്ങളുടെ എന്താന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. ചെയ്യാനൊന്നും നിൽക്കണ്ട. രണ്ട് നമ്പർ 12ഉം 14. അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ വരിക? 13 ആണ് വരുന്നത്. ആ 13 ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്ത് നോക്കാം. 12 + 14. 12 + 14 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് 26 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 13 എന്ന് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് x bar is equal to 10 and y is equal to 3x minus 10, then arithmetic mean of y is? Answers options A 20, B 24, C 25, D 29. അപ്പം നമുക്കറിയാം അരിത്തമെറ്റിക് മീൻ സ്കെയിൽ ചേഞ്ചിനും ഒറിജിൻ ചേഞ്ചിനും ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ? അപ്പം ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ നമ്മൾ എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഒരു 10 അതിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? y കിട്ടുന്നത്. അപ്പോൾ y ബാർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് മാറ്റം വരും? എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്തതിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു 3 മൾട്ടിപ്ലൈ ചെയ്യും, ഒരു 10 മൈനസ് ചെയ്യുകയും ചെയ്യണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്? 3 × x ബാർ 10 ആണ്. സോ -10, ദാറ്റ് ഈസ് 30 - 10 ഈക്വൽ ടു എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If arithmetic mean of 5 numbers 26, 19, h 30, 22 is 23, the value of h is? Options 18, 19, 20, 21. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്നത് 5 നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ എത്രയാണ് തന്നിട്ടുണ്ട്? 23 ആണ് തന്നത്. ഓക്കെ, എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? എച്ച് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സോ എന്താണ് എക്സ് ബാർ എന്നറിയാം. എക്സ് ബാർ എന്താണെന്നറിയാം നമുക്ക്. സമ്മേഷൻ xi ബൈ n ആണ് അല്ലേ? ഇവിടെ എക്സ് ബാറിൻ്റെ വാല്യൂ എന്താണെന്ന് കൊടുക്കുക? 23. ഇനി സം ഓഫ് xi എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 26 + 19 + h + 30 + 22 ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ആണ്? 5 ഒബ്സർവേഷൻസ്. ഇനി എന്ത് ചെയ്യുക? ഈ എച്ചിനെ മാറ്റി നിർത്തി ബാക്കി നമ്പർ എല്ലാം നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? 26 + 19 + 30 + 22 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 97 എന്ന് കിട്ടും. എച്ച് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, സോ +h എന്ന് ഇടുന്നു. ഓക്കെ, ഡിവൈഡഡ് ബൈ 5. ഇത് എത്രയാണ്? 23. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ വരിക? 23 × 5. ഓക്കെ, 23 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 115, വിച്ച് ഈസ് ഈക്വൽ ടു 97 + h എന്ന് വരും. ഇതെന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 23 × 5 എന്ന് വന്നു. 23 × 5 115 ഇസ് ഈക്വൽ ടു 97 + h. നമുക്ക് h എന്താണെന്നാണ് വേണ്ടത്? സോ 115 മൈനസ് എന്തെന്ന് എഴുതാം? 97 ഇസ് ഈക്വൽ ടു h എന്ന് എഴുതാം. ആ -97 ചെയ്യുമ്പോഴത്തേക്കിന് എത്രയാണ് വരുന്നത്? 18 ഇസ് ഈക്വൽ ടു h എന്ന് കിട്ടും. ഓക്കെ, ആൻസർ ഏതാണ്? എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂ ഇൻ എ ഡേറ്റാ സെറ്റ് ഇസ് കോൾഡ്? ഒരു ഡേറ്റാ സെറ്റിൽ മോസ്റ്റ് ഫ്രീക്വൻറ്റ് വാല്യൂവിനെ എന്താണ് വിളിക്കാറ്? മീൻ, മീഡിയൻ, മോഡ്, എ ആൻഡ് ബി. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ഫ്രീക്വൻ്റായിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മോഡാണ്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതെന്താണത്? മോഡാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ്, ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ്? മീനും മീഡിയനും മോഡും ഈക്വൽ ആയാൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഏതാണ്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ, നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ, സിമെട്രിക്കൽ ആണോ, നൺ ഓഫ് ദിസ് ആണോ? മീനും മീഡിയനും മോഡും ഈക്വൽ ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതെന്താണെന്നാ? സിമെട്രിക്കൽ ആണെന്നാണ്. ദാറ്റ് ഈസ്
സിമെട്രിക്കൽ. ഓക്കെ, മീൻ മീഡിയൻ മോഡ് ഈക്വൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക്കൽ ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് സിമെട്രിക്കൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഇസ് ഗ്രേറ്റർ ദാൻ മോഡ് ആവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ആലോചിച്ച് നോക്കിക്കേ. മീൻ ഇസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഇസ് ഗ്രേറ്റർ ദാൻ മോഡ്. മീനും മീഡിയനും മോഡും എന്താണ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാം? എന്താണ് ഇത്? പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അപ്പം ഓർത്തിരിക്കുക, ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് ആണെന്നുണ്ടെങ്കിൽ അത് സിമെട്രിക്കലാണ്. ഇനി മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. ഓക്കെ, അപ്പോൾ മീൻ ഇസ് ലെസ് ദാൻ മീഡിയൻ ഇസ് ലെസ് ദാൻ മോഡ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ദാറ്റ് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിലെ 3 ടേംസ് അറിഞ്ഞിരിക്കണം. പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡാണ്. മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ഇനി എല്ലാം ഈക്വലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക്കൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് മീൻ ലെസ് ദാൻ മീഡിയൻ ലെസ് ദാൻ മോഡ് ദെൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ്. നമ്മളിപ്പോൾ പറഞ്ഞു അതെന്തായിരിക്കും? നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോഡിംഗ് ആൻഡ് സ്കെയിലിംഗ് ഓഫ് വാല്യൂസ് ഇസ് ഓൺലി യൂസ്ഡ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു എന്താണ് കോഡിംഗ് ഓഫ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ സ്കെയിലിംഗ്. ഇതൊക്കെ എന്താണ് പറയുന്നത്? നമ്മളൊരു വാല്യൂ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാണ്. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വാല്യൂ എന്ത് ചെയ്യാണ്? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുവാണ്. അപ്പം ഇവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡിംഗ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട്? അരിത്തമെറ്റിക് മീനിൽ ചെയ്യുന്നുണ്ട്. സോ കോഡിംഗ് ആൻഡ് സ്കെയിലിംഗ് ഓഫ് വാല്യൂ ഇസ് ഓൺലി യൂസ്ഡ് ഇൻ എവിടെയാണ്? അരിത്തമെറ്റിക് മീൻ. മീഡിയനിലും മോഡലും ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഷോർട്ട് കട്ട് മെത്തേഡോ അങ്ങനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല? കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡോ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു കോഡിങ്ങും സ്കെയിലിങ്ങും ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാൽക്കുലേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാൽക്കുലേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിസ്ട്രിബ്യൂഷൻ ബേസ്ഡ് ഓൺ 1 മോഡസ്. ഒരു ഡിസ്ട്രിബ്യൂഷന് ഒരു മോഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഒരു മോഡേ ഉള്ളൂ. ഒരു മോഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? യൂണി മോഡലാണോ, ബൈ മോഡലാണോ, ട്രൈ മോഡലാണോ, മൾട്ടി മോഡലാണോ? ഒരു മോഡാണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനെ യൂണി മോഡൽ എന്ന് പറയും. ഓക്കെ, ഇനി ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ 2 മോഡാണെന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയുക? യൂണി മോഡൽ, ബൈ മോഡൽ, ട്രൈ മോഡൽ, മൾട്ടി മോഡൽ. നമ്മൾ പറഞ്ഞു ഒരു മോഡാണെന്നുണ്ടെങ്കിൽ അതിനെ യൂണി മോഡൽ എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ എന്തായാലും യൂണി മോഡൽ അല്ല. അപ്പോൾ 2 മോഡ് വരുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബൈ മോഡൽ. അപ്പോൾ 2 മോഡാണ് എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ബൈ മോഡൽ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബേസ്ഡ് ഓൺ 3 മോഡ്. 3 മോഡാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും? യൂണി മോഡൽ, ബൈ മോഡൽ, ട്രൈ മോഡൽ, മൾട്ടി മോഡൽ. അപ്പം ഇത് 1 മോഡാണെങ്കിൽ ഇത് 2 മോഡാണെന്നുണ്ടെങ്കിൽ ബൈ മോഡൽ എന്ന് വിളിക്കും. 1 മോഡാണെങ്കിൽ യൂണി മോഡൽ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ 3 മോഡാണെന്നുണ്ടെങ്കിൽ എന്താ വിളിക്കുക? ട്രൈ മോഡൽ എന്ന് വിളിക്കും. ഓക്കെ, മോർ ദാൻ 3 അല്ലെങ്കിൽ മോർ ദാൻ 2 അതിനെയൊക്കെ നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് എന്താണെന്ന് വിളിക്കാം? മൾട്ടി മോഡൽ. മോർ ദാൻ 2 വരുവാണെന്നുണ്ടെങ്കിൽ ജനറലൈസ് ചെയ്തിട്ട് എന്ത് പറയാം? മൾട്ടി മോഡൽ എന്ന് പറയാം. ഓക്കെ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആവറേജ് ഡസ് നോട്ട് എഫക്റ്റ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് എഫക്റ്റ് ചെയ്യാത്ത ഏത് ആവറേജിനെയാണ്? അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്, ബി ആൻഡ് സി. ഓക്കെ, അപ്പം നമ്മൾ നോക്കേണ്ടത് ഇവിടെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? എല്ലാ ഒബ്സർവേഷൻസിനെയും യൂസ് ചെയ്യുന്നുണ്ട്. ദറ്റ് മീൻസ് എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? സമ്മേഷൻ എക്സ് ഐ ബൈ എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ
എക്സ്ട്രീം വാല്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തിനെ എഫക്റ്റ് ചെയ്യും? അരിത്തമെറ്റിക് മീനിനെ എഫക്റ്റ് ചെയ്യും. അപ്പം ഡസ് നോട്ട് എഫക്റ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി മീഡിയൻ ആണെങ്കിൽ നമ്മൾ എന്താ എടുക്കുക? മിഡിൽ ഒബ്സർവേഷൻ അല്ലേ, മിഡിൽ ഒബ്സർവേഷൻസിനെയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ മോഡാണെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂവിനെയാണ് എടുക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ രണ്ടിടത്തും എക്സ്ട്രീം വാല്യൂസ് വലിയ തോതിൽ എന്ത് ചെയ്യുന്നില്ല? എഫക്റ്റ് ചെയ്യുന്നില്ല. കാര്യം മിഡിൽ ഒബ്സർവേഷൻ ഏതാണെന്നും അതുപോലെ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂവിനെയാണ് നമ്മൾ നോക്കുന്നത്. അവിടെ രണ്ടിടത്തും എന്ത് ചെയ്യുന്നില്ല? എക്സ്ട്രീം വാല്യൂസ് അധികമായി എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ആൻസർ എന്ത് വരും? ബി ആൻഡ് സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മീഡിയൻ ഓഫ് ദി ലെറ്റേഴ്സ് N, F, E, K, Q, A, C, Y, X is. ഓപ്ഷൻ A, B, A, Q, B, K, C, E, D, F. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? മീഡിയൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ അറേഞ്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ്സിനെ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അപ്പോൾ എ ബി സി, സി വരുന്നുണ്ട്. സോ സി. ഡി ഉണ്ടോ? ഇല്ല, ഡി ഇല്ല. ഇ എഫ്. ഓക്കെ, അപ്പോൾ സി ഇ എഫ്, പിന്നെ ജി എച്ച് ഐ ജെ കെ ഉണ്ടല്ലേ, കെ. ദെൻ എൽ എം എൻ ഒ പി, എൽ എം എൻ എൻ ഉണ്ട്, ഒ പി ക്യൂ ഉണ്ട്, ആർ എസ് ടി വി ഡബ്ല്യു എക്സ് വൈ. ഓക്കെ, അപ്പം ഇതിനെ എന്ത് ചെയ്യുക? നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്ത്? സി ഇ എ, രണ്ട് ഇ ഉണ്ടല്ലേ. അപ്പോൾ രണ്ട് ഇ വന്ന കാരണം ആ രണ്ട് ഇ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോട്ട് ചെയ്യണം. സോ എന്ത് വരും? സി ഇ ഇ എഫ് കെ എൻ ക്യൂ എക്സ് വൈ. ഇതാണ് ഇതിൻ്റെ എന്താണ് അറേഞ്ച്ഡ് ഫോം എന്ന് പറയുന്നത്. അപ്പം സി ഇ ഇ എഫ് കെ എൻ ക്യൂ എക്സ് വൈ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഒന്ന് നമ്പർ ചെയ്തിരിക്കുക. 1 2 3 4 5 6 7 8 9. അപ്പോൾ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ? 9. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. സോ മീഡിയൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? n + 1/2 ഒബ്സർവേഷൻ ആണ് എടുക്കേണ്ടത് അല്ലേ. സോ ഇവിടെ എന്ത് വരും? 9 + 1 10. 10/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 5th ഒബ്സർവേഷൻ എന്ന് വരും. ഈ 5th ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഏതാത്? കെ ആണ് വരുന്നത് അല്ലേ. 5th ഒബ്സർവേഷൻ ഏതാണ്? കെ ആണ്. സോ ആൻസർ എന്ത് വരും? ബി, കെ എന്ന് വരും. ക്ലിയർ ആണല്ലോ. 5th ഒബ്സർവേഷൻ കെ ആയതുകൊണ്ട് എൻ്റെ ആൻസർ എന്തായിരിക്കും വരിക? ബി, കെ എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ മോഡ് ലെറ്റർ ഓഫ് ദ വേർഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. മോഡ് ലെറ്റേഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വാക്കിൽ. എസ് ടി, ദെൻ ഐ, എ ആൻഡ് ബി, ഇത്രയാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? നമ്മൾ ഓരോ ലെറ്റേഴ്സും എത്ര തവണ ഒക്കർ ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, എന്ത് ചെയ്യണം? ആദ്യമേ ഓരോ ലെറ്റേഴ്സും എത്ര തവണയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എസിൻ്റെ കാര്യം നോക്കാം. എസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്? 1 2 3 അല്ലേ. നെക്സ്റ്റ് ടി നോക്കാം. ടി എത്ര തവണ? 1 2 3 അല്ലേ. ടിയും 3. ദെൻ എ 1 അല്ലേ. എ ഒരു തവണയാണ്. ഐ എന്ന് പറയുന്നത് ഒരു തവണയാണ്. സി എന്ന് പറയുന്നത് ഒരു തവണയാണ്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത വേർഡ്സ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? ഈ എസും ടിയുമാണ് അല്ലേ. നമ്മൾ പറഞ്ഞു മോഡ് എന്ത് വരാം? ഒന്നിൽ കൂടുതലും വരാം. സോ നോ പ്രോബ്ലം അല്ലേ. അപ്പോൾ ഇവിടെ എസും ടിയും കറക്റ്റ് ഓപ്ഷനാണ്. സോ ഏതാണ് വരുന്നത്? എ ആൻഡ് ബി എന്ന് പറയുന്നത് ഡി ആണ് ഓപ്ഷൻ കറക്റ്റ്. ഓക്കെ, എസും ടിയും വരാം. സോ ആൻസർ എന്താണ്? എ ആൻഡ് ബി, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇൻ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദ വാല്യൂ ഓഫ് മെയിൻ, മീഡിയൻ ആൻഡ് മോഡ്. എന്താണ് ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ മെയിൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻ?
0 ആണ്, കോയിൻസൈഡ് ചെയ്യും, ഡു നോട്ട് കോയിൻസൈഡ് നൺ ഓഫ് ദിസ്. നമ്മൾ പറഞ്ഞു സിമെട്രിക്കൽ ഡേറ്റയിൽ മെയിൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മോഡായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ ഇതെല്ലാം എന്താവുന്നുണ്ട്, ഈക്വൽ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതെന്ത് ചെയ്യുന്നുണ്ട്, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ എന്ത് വരും, ബി വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ വാല്യൂസ് ആർ നോട്ട് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ് ദെൻ വി കമ്പ്യൂട്ട്. വാല്യൂസിനെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ഏത് മെഷറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആലോചിച്ച് നോക്കിക്കേ. സിമ്പിൾ മീൻ ആണോ, വെയ്റ്റഡ് മീൻ ആണോ, കമ്പൈൻഡ് മീൻ ആണോ, നൺ ഓഫ് ദിസ് ആണോ? എല്ലാ വാല്യൂസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് അല്ല എന്ന് പറഞ്ഞാൽ എന്ത് കൊടുക്കുന്നു എന്നർത്ഥം, അവർക്കൊരു വെയിറ്റേജ് കൊടുക്കുന്നു എന്നർത്ഥം. വെയിറ്റേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ വെയ്റ്റഡ് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. അപ്പോൾ വാല്യൂസ് എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസിലല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യുക, വെയ്റ്റഡ് മീൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫ്രീക്വൻസി ഈസ് ഡിനോട്ടഡ് ബൈ എക്സ്, എഫ്, ആർ, നൺ ഓഫ് ദിസ്. ഫ്രീക്വൻസി എപ്പോഴും നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഫ്രീക്വൻസിനെ എഫ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ. സോ ബി, എഫ്. In a symmetrical distribution, mean, median, mode are always, കണ്ടോ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ എന്താണ് മെയിൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻ, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം നമുക്കുണ്ടല്ലോ. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ്ലി സ്ക്യൂഡ് അതുപോലെ നെഗറ്റീവ്ലി സ്ക്യൂഡിലും ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ റിലേഷൻ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്താണ് മെയിൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള റിലേഷൻ? മീൻ വിൽ ബി ഈക്വൽ ടു മീഡിയൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മോഡായിരിക്കും. സോ ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇവയെല്ലാം എന്താണെന്ന് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. സോ ഈക്വൽ, അൺഈക്വൽ, നെഗറ്റീവ്, പോസിറ്റീവ് ചോദിച്ചിരുന്ന ഓപ്ഷൻ എ ഈക്വൽ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ. ഓക്കെ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, ആറാണ് അല്ലേ. ആറിൻ്റെ വാല്യൂ ഏതിന് ഇടയ്ക്കാണ് കിടക്കുന്നത്? ഫസ്റ്റ് വൺ 0 to 1, 0 to -1, -1 to 1, 1 to -10. അപ്പോൾ എന്തായിരുന്നു കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ? 6 ഏതിനൊക്കെ ഇടയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്? -1നും 1നും. -1 ≤ 6 ≤ 1 ആണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു 6 1 ആവുകയാണെങ്കിൽ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അല്ലേ. അതുപോലെ 6 -1 ആവുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 6 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നോ കോറിലേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് വരുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഏതിനിടയ്ക്കാണ് കിടക്കുക? -1നും 1നും ഇടയ്ക്കാണ് ഉണ്ടാവുക. അതിൽ 6 1 ആവുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പെർഫെക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. 6 -1 ആവുകയാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവാണ്. 6 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ കോറിലേഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ. Next question, if the scatter diagram is drawn, the line on a straight line, then it indicates the scatter plots. എന്തായിട്ടാണ് ആ സ്കാറ്റർ പ്ലോട്ട്? ഒരു സ്കാറ്റർ ഡയഗ്രാം നമ്മൾ എടുക്കുന്നു. ഓക്കെ. ഒരു സ്കാറ്റർ ഡയഗ്രാം എടുത്തു. ആ സ്കാറ്റർ ഡയഗ്രത്തിൽ ആ പോയിൻറ്റ്സ് എല്ലാം ലൈ ചെയ്യുന്നത്, ഓക്കെ, ആ പോയിൻറ്റ്സ് എല്ലാം ലൈ ചെയ്യുന്നത് എന്തിനകത്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിലാണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോയിൻ്റ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടെന്ന് നമുക്ക് പറയാം? ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ട്. എല്ലാ വാല്യൂസും തമ്മിൽ എന്തുണ്ട്? ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ട്. അപ്പം എല്ലാ പോയിൻറ്റ്സും എന്ത് ചെയ്യണം? ഒരു സ്കാറ്റർ പ്ലോട്ടിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്ന് വീഴുന്നതായിട്ട് കണ്ടാൽ അതിനർത്ഥം അതെന്താണെന്ന് ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ഉണ്ടെന്ന്. ഓക്കെ. യെസ്. Next question, in the model y is equal to mx plus a, y is equal to mx plus a, y is also known as, y-നെ എന്താണ് വിളിക്കുന്നത്? y-നെ എന്താണ് വിളിക്കുക? ഓക്കെ. predictor വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, predicted അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ്പ്ലനേറ്ററി വേരിയബിൾ. y എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇതൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്.
ഓക്കെ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. സോ ഇവിടെ എന്താ ഓപ്ഷൻ വരുന്നത്? സി, പ്രഡിക്റ്റഡ് വേരിയബിൾ. പ്രെഡിക്റ്റ് ചെയ്യാണ്. എന്തിനെ പ്രെഡിക്റ്റ് ചെയ്യാണ്? വൈനെ പ്രെഡിക്റ്റ് ചെയ്യാണ്. എന്തുപയോഗിച്ച്? എക്സ് ഉപയോഗിച്ച്. അതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വൈനെ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാണ്. എന്തുപയോഗിച്ച്? എക്സ് ഉപയോഗിച്ച്. അപ്പോൾ എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ. എക്സ്പ്ലനേറ്ററി വേരിയബിൾ എന്ന് പറയുന്നത്. വൈനെ നമ്മൾ എന്തെന്ന് പറയും? പ്രെഡിക്റ്റർ വേരിയബിൾ എന്ന് പറയും. ഓക്കെ. അപ്പോൾ പ്രെഡിക്റ്റഡ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നൊക്കെ പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? വൈ. ഓക്കെ. The regression equation is the line with slope a passing through. ഒരു റിഗ്രഷൻ ഇക്വേഷൻ എപ്പോഴും എന്തായിരിക്കും? ഏത് പോയിന്റിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്? അതിൻ്റെ എക്സും വൈയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ടായിരിക്കും? എക്സ് ബാറും വൈ ബാറും ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അത് ഏതിലൂടെ പാസ് ചെയ്യണം? ദ പോയിന്റ് എക്സ് ബാർ വൈ ബാറിലൂടെ പാസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരു റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എപ്പോഴും ഏത് ലൈനിലൂടെ പാസ് ചെയ്യണം? ഏത് പോയിന്റിലൂടെ പാസ് ചെയ്യണം? എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യണം. ഓക്കെ. യെസ്. സോ ആൻസർ എ ആണ്. ദ പോയിന്റ് എക്സ് ബാർ വൈ ബാർ, അല്ലെങ്കിൽ ദ പോയിന്റ് എക്സ് വൈ, ദ പോയിന്റ് വൈ എക്സ്, പോയിന്റ് വൈ ബാർ എക്സ് ബാർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ്? എപ്പോഴും എക്സ് ബാർ വൈ ബാറിലൂടെ ആയിരിക്കും ആ ലൈൻ എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the regression equation is equal to y is equal to 23.6 minus 54.2 into x, then 23.6 is the dash while 54.2 is the dash of the regression line. അപ്പം ഒരു ഇക്വേഷൻ നമ്മളിങ്ങനെ കാണാം. y is equal to ax plus b. അവിടെ ഈ b എന്ന് പറയുന്നത് അതിൻ്റെ ഇൻ്റർസെപ്റ്റാണ്. ഈ എ എന്ന് പറയുന്നത് അതിൻ്റെ സ്ലോപ്പുമാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y is equal to 23.6 മൈനസ് 54.2 ഇൻറ്റു എക്സ്. അപ്പം എക്സിൻ്റെ കൂടെ ഉള്ളത് ഈ വാല്യൂ 54.2 അതെന്തായിരിക്കും? ഇത് സ്ലോപ്പായിരിക്കും. ആൻഡ് ഈ 23.6 എന്ന് പറയുന്നത് എന്താവണം? ഇൻ്റർസെപ്റ്റും ആവണം. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത്? ഇൻ്റർസെപ്റ്റ് കോമ സ്ലോപ്പ്. ബി ആണ് ഓപ്ഷൻ കറക്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സാമ്പിൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്താണ്? ആറിൻ്റെ വാല്യൂ. ഓക്കെ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹാസ് ദ സെയിം സൈൻ ആസ് ദി സ്ലോപ്പ് ദാറ്റ് ഇസ് ബീറ്റ, can range from -1 up to 2, is also called Pearson's R, then can range from -3 up to 2. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആർ എന്ന് പറയുന്നത് എന്താണ്? കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഈ ആറിൻ്റെ വാല്യൂ എന്താണ്? -1നും 1നും ഇടയ്ക്കാണെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും -3 to 2 എന്ന് പറയുന്നത് വരില്ല. ഓക്കെ. ഇത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ. കാൾ പിയേഴ്സൺസ് ആണ്, അല്ലാണ്ട് പിയേഴ്സൺസ് ആർ എന്നല്ല പറയുക. കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയാറുണ്ട്. പക്ഷേ പിയേഴ്സൺസ് ആർ എന്നല്ല നമ്മളതിനെ വിളിക്കുന്നത്. ദെൻ ക്യാൻ റേഞ്ച് ഫ്രം -1 to 2 ആണോ? -1 തൊട്ട് എന്താണ്? +1 വരെയാണ് അല്ലേ? -1 to +1 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്, അല്ലാണ്ട് 2 വരെ അല്ല. സോ ഇതും അല്ല. പിന്നെ ഇതിന് എല്ലാത്തിനും സെയിം സൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ദ സ്ലോപ്പ് ദാറ്റ് ഇസ് ബീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ എന്ന് പറയുന്നതും ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞു അല്ലേ? ഈ സ്ലോപ്പിനും എന്തായിരിക്കും? സെയിം സൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾ എന്താ BXY എന്ന് പറയുന്നത് എന്താ? റിഗ്രഷൻ കോഎഫിഷ്യൻ്റ്. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും രണ്ടിൻ്റെയും സൈൻ എന്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. BXYയും BYXും രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. ഈ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസിനും എപ്പോഴും എന്തായിരിക്കും ഉണ്ടായിരിക്കുക? സെയിം സൈൻ ആയിരിക്കും. ഇതിൻ്റെ സൈൻ എന്താണോ അതായിരിക്കും ഏതിനും ഉണ്ടായിരിക്കുക? ആറിനും ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ആറെന്ന് പറയുന്നത് ശരിക്കും എന്താണ്? ഈ സ്ലോപ്പിൻ്റെ സൈൻ എന്താണോ അത് തന്നെ. ആ സ്ലോപ്പാണ് നമ്മൾ ഈ BXY വെച്ചിട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ ആറെന്ന് പറയുന്നത് എന്തായിരിക്കും? ഹാസ് ദ സെയിം സൈൻ ആസ് ദി സ്ലോപ്പ് ദാറ്റ് ഇസ് ബീറ്റ. ഓക്കെ. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? എ ആണ്. Next question. If the equation of regression line is y is equal to 5,
അപ്പം ഒരു ഇക്വേഷൻ നമ്മൾ y = 5 എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, വരയ്ക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ y ആക്സസ് ഇതാണ്. അവിടെ ഞാൻ 1 2 3 4 and 5. ഓക്കെ, y = 5 എന്ന് പറയുന്ന ഒരു ലൈൻ ഞാൻ വരച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും അല്ലേ. y = 5 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അപ്പോൾ ആ ലൈനെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് ചോദിക്കുന്നത്. ദ ലൈൻ പാസസ് ത്രൂ ഒറിജിൻ, ദ ലൈൻ പാസസ് ത്രൂ 5, 0, ദ ലൈൻ ഇസ് പാരലൽ ടു y ആക്സസ്, ദ ലൈൻ ഇസ് പാരലൽ ടു x ആക്സസ്. ഇത് എന്തിന് പാരലാണ്? ഇതല്ലേ നമ്മുടെ x ആക്സസ് എന്ന് പറയുന്നത്. അപ്പം x ആക്സിന് പാരലാണ് ഏതെന്ന് പറയുന്ന y = 5 എന്ന് പറയുന്ന ലൈൻ. ഓക്കെ, ദ ലൈൻ ഇസ് പാരലൽ ടു x ആക്സിസ് ആണ്. Next question. In regression equation y = a plus beta x plus e. ഒരു റിഗ്രഷൻ ഇക്വേഷൻ തന്നിരിക്കാം. ബോത്ത് x ആൻഡ് y വേരിയബിൾസ് ആർ. എക്സും വൈയും റാൻഡം ആണ്, ഫിക്സ്ഡ് ആണ്. എക്സ് ഫിക്സ്ഡ് ആണ്, y റാൻഡം ആണ്. y is fixed and x is random, none of this. ഇത്രയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റായിട്ട് വരിക? ഞാൻ നേരത്തെ പറഞ്ഞു y എന്ത് ചെയ്യുകയാണ്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. ഏതുപയോഗിച്ചിട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? ഈ എക്സ് ഉപയോഗിച്ച്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യും. വൈ അതിനനുസരിച്ച് കിട്ടുവാണ്. വൈ അപ്പം മാറിക്കൊണ്ടേയിരിക്കുന്ന വേരിയബിളാണ്. അപ്പോൾ അതെന്താണ്, റാൻഡം. ഇതെന്താണ്, ഫിക്സ്ഡ് ആണ്. ഇതെന്താ, റാൻഡം ആണ്. അപ്പോൾ ആൻസർ എന്ത് വരും? വൈ ഇസ് റാൻഡം ആൻഡ് എക്സ് ഇസ് ഫിക്സ്ഡ്. സി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. The method of least square finds the best fit line that on the line the error between observed and estimated points എന്താവണം? ഒരു ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് എന്ത് ലൈനായിട്ടാണ് പറയുന്നത്? ദാറ്റ് ലൈൻ ദ എറർ ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് പോയിൻറ്റ്സ് എന്താവണം എന്ന് പറയുന്നത്? മാക്സിമം ആവണം, മിനിമം ആവണം, റെഡ്യൂസ് ടു 0 ആവണം, അപ്രോച്ച് ടു ഇൻഫിനിറ്റി. നമ്മൾ എന്തായിരുന്നു പറയാറ്? എന്താവണം? മിനിമൈസ് ചെയ്യണം അല്ലേ. ആ ഒബ്സർവ്ഡ് വാല്യൂവും എസ്റ്റിമേറ്റഡ് പോയിൻറ്റും തമ്മിലുള്ള എറർ എന്ന് പറയുന്നത് എന്താവണം? മിനിമം ആവണം, മിനിമൈസ് ചെയ്യണം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.